പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പം UDF സർക്കാർ അധികാരത്തിൽ വന്ന് പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ പ്രിയദർശിനി പദ്ധതി കൊണ്ടുവന്നപ്പോൾ തട്ടെ നമ്മുടെ എല്ലാവരുടെയും ആശങ്ക എന്ന് പറയുന്നത് KSRTCയുടെ അവസ്ഥ എന്താകും എന്നുള്ളത്. വീണ്ടും KSRTC നഷ്ടത്തിലോട്ട് പോകുമോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പുതിയ ചില കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് KSRTC നഷ്ടത്തിൽ തന്നെയാണ്. അതായത് ടയർ ക്ഷാമം, സ്പെയർ പാർട്സിൻ്റെ പ്രശ്നങ്ങൾ, വണ്ടി കട്ടപ്പുറത്താകുന്നു, അത് നന്നാക്കിയെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം നമുക്കിതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം KSRTC നഷ്ടത്തിലെത്താൻ അധികം താമസമില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. കട്ടപ്പുറത്താകാൻ അധിക കാലമൊന്നും എടുക്കില്ല. കാര്യം ഇവരുടെ UDFന്റെ ഒരു പ്രഖ്യാപിത നയം തന്നെ അതാണ്, KSRTCയെ കട്ടപ്പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നേരത്തെ മുതൽ തന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അത് സാധിക്കാൻ പോകുന്നത്. ആര്യാടൻ മുഹമ്മദ് കഴിഞ്ഞ UDFന്റെ കാലത്ത് തന്നെ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു ഇത് KSRTC എന്ന് പറയുന്നത് ക്രമേണ അത് സ്വാഭാവിക മരണത്തിലേക്ക് പോകും എന്ന് പറഞ്ഞിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏകദേശം 3000 ചില്ലുവാനം വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരു ഓർഡിനറി ബസ്സുകൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ന് 150ഓളം വരുന്ന ബസ്സുകൾ ഇതിനകത്ത് കട്ടപ്പുറത്ത് കയറി എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. 150ഓളം വരുന്ന ബസ്സുകൾ. അപ്പം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പീക്ക് ടൈമുകളിലാണ് പലപ്പോഴും ഈ പ്രിയദർശിനി സർവീസുകളുടെ ഒരു പ്രാധാന്യം സ്ത്രീകൾക്ക് പോകാൻ വേണ്ടിയിട്ടുമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രിയദർശിനി ബസ് കൊട്ടിഘോഷിച്ച് തുടങ്ങി സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു ക്രമക്കേട് പുറത്തേക്ക് വന്നായിരുന്നല്ലോ. പ്രിയദർശിനി ബസ്സിനെ സംബന്ധിച്ച് ടിക്കറ്റ് ആണുങ്ങൾക്ക് 0 ടിക്കറ്റ് കൊടുത്തിട്ട് ആ പൈസ ഉദ്യോഗസ്ഥര് മേടിച്ച് കയ്യിൽ വെക്കുന്നു. അത് കൂടാതെ വേറെ 9 ടിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് തന്നെ 9 ടിക്കറ്റ് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു സ്ത്രീക്ക് 9 ടിക്കറ്റ് വരെ കൊടുത്തു. അപ്പോൾ ആ രീതിയിലൊക്കെ ഇതിനകത്തൊരു വലിയ ക്രമക്കേട് നടക്കുന്നുണ്ട്, ഈ പ്രിയദർശിനി തട്ടിപ്പുകൾ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തന്നെ പ്രിയദർശിനി എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഫലവത്തായി നടപ്പിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ KSRTCക്ക് ഗുണകരമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ടയർ, ഇപ്പോൾ ഏതൊരു വാഹനവും നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. KSRTC ബസ്സുകൾ നമ്മൾക്കിപ്പോൾ ഒരു ഹൈവേയിലൂടെ നമ്മൾ വെറുതെ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 4-5 ബസ്സുകളെങ്കിലും വഴിയിൽ പണിമുടക്കി കിടക്കുന്നത് കാണാൻ കഴിയും. അത് ഓർഡിനറി ബസ്സുകളായിട്ടും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളായിട്ടും ധാരാളമായി വഴിയിൽ മുടങ്ങി കിടക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ സ്പെയർ പാർട്സിൻ്റെ ക്ഷാമം തന്നെയാണ്. വേണ്ട രീതിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ വണ്ടി വഴി കിടക്കുന്നത്. അല്ല നിറയെ ലോഡുമായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു ബസ് ചുരത്തിൽ ഇതിൻ്റെ പൈപ്പ് പൊട്ടി പോയി വണ്ടി ഇടിച്ചു നിന്നു, അവിടെ കൈവരിയിൽ ഇടിച്ചു നിന്നു, വലിയൊരു ദുരന്തം ഒഴിവായി. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു? വേറൊരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി, വേറൊരു ബസ് പ്രിയദർശിനി ബസ് ബ്രേക്ക് ഡൗൺ ആയി. ആ ബസ്സിലെ ആൾക്കാരെയും കൂടി ഇതിനകത്ത് കയറ്റി 160 ആൾക്കാരാണ് ഒരു ബസ്സിനകത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ സിറ്റിംഗ് കപ്പാസിറ്റി ആകെ 51 അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന 160 എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവരുടെ അത്രയും തന്നെ ആൾക്കാരിൽ കൂടുതൽ, അതിൻ്റെ 3 ഇരട്ടി ആൾക്കാർ വാഹനത്തിനുള്ളിൽ വീണ്ടും നിന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും ആൾക്കാരെ വഹിച്ചുകൊണ്ട് വരുന്ന ആ KSRTC ബസ്സിന് വേണ്ടത്ര ഫിറ്റ്നസ് ഇല്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വരുന്ന വഴിയിൽ കണ്ടതാണ് ഒരു KSRTC ബസ്. ഒരു നമ്മൾ ഈ ചരിഞ്ഞ അത്ഭുതം എന്ന് പറഞ്ഞാൽ പിസ ഗോപുരം ഒന്ന് മോഹൻലാലും ആണെന്നാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഈ ബസ് ചരിഞ്ഞു ഓടുന്നു, ഒരു വലതുവശം കൊണ്ട് ചരിഞ്ഞു കിടക്കുകയാണ്. അപ്പം നമ്മൾ ആലോചിക്കും ഇതെങ്ങനെ ഇയാൾ മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഈ ഡ്രൈവർ ബാലൻസ് ചെയ്ത് ഈ വാഹനം എങ്ങനെ അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തിക്കും? അപ്പോൾ ഈ രീതിയിലേക്ക് വാഹനത്തിൻ്റെ എല്ലാം അവസ്ഥ വളരെ പരിതാപകരമാണ്. യാത്രക്കാരുടെ ലീവിന് യാതൊരു ഉറപ്പുമില്ല. ഈ KSRTC ബസ്സുകൾ ഈ അവസ്ഥയിലിട്ട് ഓടിച്ചാൽ പല ബസ്സുകൾക്ക് ക്ഷാമമുണ്ട്, കാര്യം ശരിയാണ്. ബസ്സുകൾ പുതുതായിട്ട് ഇപ്പം തന്നെ CMD നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ 2500 പുതിയ ബസ് വാങ്ങണം. അത് സംബന്ധിച്ചാണ്ട് 2300 ഡീസൽ ബസ്സുകളും 200 ഇലക്ട്രിക് ബസ്സുകളും വാങ്ങാം. ഓക്കെ, നല്ല കാര്യം. അതിനുവേണ്ടി എത്രയോ കോടി രൂപ 1500 കോടി അങ്ങോട്ട് അനുവദിക്കുകയും ചെയ്തു. അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രപ്പോസൽ കൊടുത്തതാണ്. നല്ല കാര്യമാണ്. കാര്യം ജനങ്ങളുടെ ഇപ്പോൾ ഈ പറയുന്നൊരു ബസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ബസ്സിന് നമ്മളിപ്പോൾ ഇപ്പോൾ രാത്രി കയറുന്ന ശരി 7 മണിക്ക് 8 മണിക്ക് നമ്മൾ ഒരു സ്ത്രീ ബസ്സിൽ കയറി, പ്രിയദർശിനി ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്ന ഈ ബസ് അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിർത്തുന്നത്. ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ 1 മണിക്കൂറിൽ അപ്പോൾ 9 മണിക്കാണ് അവർക്ക് ഇറങ്ങേണ്ടത്. ഇതിനിടയ്ക്ക് വേറെ സർവീസുകളൊന്നും വരാൻ സാധ്യതയില്ല. 8 മണി കഴിഞ്ഞാൽ പിന്നെ KSRTC പ്രൈവറ്റ് ബസ്സുകളൊന്നും ഇല്ല. അപ്പോൾ ഇത് ഓടി വരുന്ന വഴിയിൽ ഇത് ബ്രേക്ക് ഡൗൺ ആയാലും ഇവർ എന്ത് ചെയ്യും? ഈ പറയുന്നവർ എന്ത് ചെയ്യും? സൂപ്പർ ഫാസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം സ്ട്രൈറ്റ് വിട്ട് പോകുന്ന വണ്ടികളായിരിക്കും. അതിനകത്തേക്ക് ഒരുപക്ഷെ ഇവരെ കയറ്റുമോ? അപ്പോൾ ഇവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ വാഹനങ്ങൾ എപ്പോഴും കണ്ടീഷൻഡായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പം
ടയർ പർച്ചേസിങ് വേറൊരു രീതി കെ.ബി. ഗണേഷ് കുമാർ കൊണ്ടുവന്നതാ. ഒരു വാറണ്ടി ഇടും, ആ വാറണ്ടി ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ പൈസ അടച്ചു തീർത്താൽ മതി, ഇൻ വാറണ്ടിയിൽ അങ്ങ് പൊക്കോളും. അപ്പോൾ ഈ രീതിയിൽ ടയർ പർച്ചേസ് ചെയ്യുന്നതിന് അങ്ങനെ എന്തോ ഒരു പുതിയൊരു സിസ്റ്റം പുള്ളി കൊണ്ടുവന്നതാണ്. അതുപോലെ സ്പെയർ പാർട്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇതെല്ലാം ചെയ്തതാ. ഇതിപ്പോൾ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ വണ്ടി കൊണ്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയാൽ കൊണ്ടുവന്ന് കയറ്റും. ആ സ്പെയർ പാർട്സ് ഇല്ലെങ്കിൽ ആ വണ്ടി അവിടെ കിടക്കുകയാണെന്നേ, വണ്ടി ഓടുന്നില്ല, വണ്ടി അവിടെ ഇട്ടേക്കും, വണ്ടി അവിടെ കിടന്ന് വണ്ടി തുരുമ്പെടുത്ത് നാശമായി പോകും. ഇതിനകത്ത് കിടക്കുന്ന ടയറും അതും ഇതുമൊക്കെ വേറെ എവിടെയെങ്കിലും അഴിച്ചിടും, പിന്നെ വീൽ റിമും അതും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിക്കൊണ്ടുവന്ന് വേറെ വഴിക്ക് വിടും. ഇതാണിപ്പോൾ ഒരു ഈ പറയുന്ന പോലെ ഒരു തരത്തിൽ പറഞ്ഞാൽ കെട്ടിപ്പൂട്ടി ഇങ്ങനെ ഒരുമാതിരി അഡ്ജസ്റ്റ്മെന്റ്, അവിടുന്ന് പറിച്ച് ഇവിടെ വെച്ച് ഇവിടുന്ന് പറിച്ച് അവിടെ വെച്ച് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഈ സിസ്റ്റമാണ് ശരിക്കും KSRTC കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അത് ഇനിയിപ്പോൾ പ്രിയദർശിനി വന്നതോടുകൂടി KSRTCയെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിൽ ഓടുന്നത് വെച്ചാൽ 300 കോടി രൂപ നഷ്ടത്തിൽ ഓടേണ്ടി വരും. അതായത് ഈ വർഷാവസാനം കഴിയുമ്പോൾ അടുത്ത ബഡ്ജറ്റ് ആകുമ്പോഴേക്ക് 300 കോടി രൂപ നഷ്ടത്തിൽ KSRTC ഓടേണ്ടി വരും. അപ്പോൾ ഒരു 5 വർഷം ആകുമ്പോൾ എത്ര ആവുമെന്ന് ആലോചിച്ച് നോക്കുന്നു. ഏകദേശം 300 വെച്ച് 5 വർഷം ആകുമ്പോൾ ഏകദേശം 1500 കോടിയായി. 1500 കോടി രൂപയുടെ നഷ്ടത്തിലായിരിക്കും ഈ സർക്കാർ അധികാരം ഒഴിയുമ്പോൾ KSRTC എന്ന് പറയുന്ന സംഭവം. ഇപ്പം തന്നെ 3000 കോടിയിലാണ് നിൽക്കുന്നത്. 3000 ചില്ലുവാനും കോടിയുണ്ട്. 3800 4000 കോടിക്ക് അടുത്തുണ്ടായിരുന്നു കടം. അത് കഴിഞ്ഞ സർക്കാർ വന്നിട്ടാണ് ഈ പറയുന്ന 800 കോടി കുറച്ചത്. KSRTCയുടെ പൊതുകടം എന്ന് പറഞ്ഞാൽ അത് കുറയ്ക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഇതിനൊരു മാറ്റം വന്ന് പ്രതിദിനം ഒരു 8 കോടി രൂപ വരെ പ്രതിദിന വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു KSRTC. എന്നാൽ ഇന്ന് എന്തായിരുന്നല്ലോ ഇപ്പം പ്രിയദർശിനി വന്നാൽ ശരി സാധാരണഗതിയിൽ ഒരു ബസ് ഓടുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-3.5-4 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്ന് കൂട്ടിക്കോളൂ ഒരു ബസ്സിന്. അപ്പോൾ ആ ബസ് ഓടിക്കഴിയുമ്പോൾ എത്ര ലിറ്റർ ഡീസൽ വേണ്ടി വരും ഒരു ദിവസം അല്ലേ? എത്ര ലിറ്റർ ഡീസൽ ഇപ്പോൾ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബസ് ഒരു ദിവസം മുഴുവനായി ഒരു ഓർഡിനറി ബസ് ഓടുന്നത് ഒരു 300 മുതൽ 500 കിലോമീറ്റർ വരെ ആണെന്ന് കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ 300 കിലോമീറ്റർ ആണെന്ന് കൂട്ടിക്കോളൂ. എത്ര ലിറ്റർ ഡീസൽ വേണ്ടി വരും? അപ്പോൾ ഇതിൻ്റെ പൈസ കിട്ടണ്ടേ സ്വാഭാവികമായിട്ടും. അപ്പം വണ്ടി നിറച്ച ആളുണ്ട്, വണ്ടിക്കകത്ത് ലോഡ് കൂടുന്നതനുസരിച്ച് മൈലേജ് കുറവ് വരും. വണ്ടി ലോഡ് പിന്നെ അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടും ഇപ്പോൾ വണ്ടിയുടെ ഈ പറയുന്ന പൈപ്പ് പൊട്ടുന്ന വണ്ടിയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയാണെങ്കിലോ ഒക്കെ മൈലേജിൽ വീണ്ടും കുറവ് വരുവാണെന്ന്. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യണം. ഇനിയിപ്പം ഈ ഉത്സവ സീസൺ വരിക, ഇനിയിപ്പോൾ ഓണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവും. പലയിടത്തും നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നാടുകളിലേക്ക് പോകാനും വേണ്ടിയിട്ടൊക്കെ അവർക്ക് വണ്ടിയുടെ ആവശ്യം വരും. വണ്ടിയുടെ ആവശ്യം ഈ വെറ്റ് ലീസ് എന്ന് പറയുന്നൊരു പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ ഇപ്പം പിന്നെ കോഴിക്കോട് നിന്നൊക്കെ വരേണ്ടവർക്ക് ഡബിൾ ഡക്കർ വണ്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെമി സ്ലീപ്പർ AC ഉള്ള വണ്ടികൾ, നോൺ AC സ്ലീപ്പർ ബസ്സുകൾ, സെമി സ്ലീപ്പർ ബസ്സുകൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതെന്ത് ചെയ്യും? സ്വകാര്യ മേഖലയിൽ നിന്ന് വാഹനം എടുക്കും. സ്വകാര്യ പാർട്ടികളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാഹനങ്ങളുള്ളത് അത് ലീസിനെടുക്കും. അങ്ങനെ വെറ്റ് ലീസ് എന്ന് പറയും. അങ്ങനെ ലീസിനെടുത്തിട്ട് ഇത് ഓടിക്കും. അവർ ചോദിക്കുന്ന വാടക കൊടുക്കേണ്ടി വരും. ഇവിടെ KSRTCക്ക് ഫ്ലൈറ്റിന് സമാനമായ വാഹനങ്ങൾ കിടപ്പുണ്ട്, അതിപ്പോഴും ഷെഡ് എടുത്തിട്ടേക്കുക, അതുവരെ ഓടിച്ചു തുടങ്ങിയിട്ടില്ല. ഒരു ഫ്ലൈറ്റിന് സമാനമായ രീതിയിലാണ് മാനേജ് ചെയ്യുന്നത്. അതിനകത്ത് എയർ ഹോസ്റ്റസ് എന്നൊക്കെ പറയുന്ന പോലെ ബസ് ഹോസ്റ്റസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തു, അപ്പോൾ അവർക്ക് ജോലിയില്ല, അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എല്ലാ സീറ്റിൻ്റെ ബാക്കിലും LED മോണിറ്ററും വെച്ച് നമുക്ക് സിനിമ കാണാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളോട് കൂടി ഒരു ഫ്ലൈറ്റിൽ എങ്ങനെയാണോ നമുക്ക് യാത്രാ സുഖം കിട്ടുന്നത് ആ സുഖത്തിലാണ് കഴിഞ്ഞ KSRTC മന്ത്രിയായിരുന്ന KV ഗണേഷ് കുമാർ ബസ് എടുത്തിട്ടുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം അപ്പോൾ അതിനകത്ത് ഹോസ്റ്റസുകളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വലിയ ഒരു പ്ലാനോട് കൂടി കേരളത്തിൽ അപ്പം വലിയ മികച്ച രീതിയിൽ ഒരു ദേശീയ നിലവാരത്തിലേക്കൊക്കെ അല്ലെ അന്തർദേശീയ നിലവാരത്തിലേക്കൊക്കെ നമ്മുടെ KSRTCയുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചാണ്. ഇപ്പോൾ നമ്മൾ നോക്കുള്ളൂ ഈ പറയുന്ന കഴിഞ്ഞ ബിജു പ്രഭാകർ CMD ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ K-Swift എന്ന് പറയുന്നൊരു ബസ് അല്ലെങ്കിൽ ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. K-Swift വന്ന സമയത്ത് എല്ലാവരും എതിർത്തു. K-Swift വേണ്ട ഇവിടെ കേരളത്തിൽ, K-Swift KSRTC ഇല്ലാതാക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് KSRTC ഇല്ലാതായോ? K-Swift മാന്യമായിട്ട് സർവീസ് നടത്തില്ല. അവർക്ക് ബത്ത കൂടിയുണ്ട്, അതായത് അവർ ഓടുന്ന അനുസരിച്ചുള്ള പൈസ കൊടുക്കും. അപ്പം അവർ ഓടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബസ്സിനകത്ത് എത്ര കളക്ഷൻ കിട്ടിയെന്ന് നോക്കിയിട്ട് വേണം അവർക്ക് പൈസ കൊടുക്കുക. ആ സിസ്റ്റം ആയിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് K-Swift അത് ബിജു പ്രഭാകർ കൊണ്ടുവന്നു. അതിനെതിരെ എന്തെല്ലാം കൊടി പിടിച്ചവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അപ്പം ബസ് ഓടിക്കുക എന്നതിനപ്പുറത്തേക്ക് എങ്ങനെ ഓടിക്കുക, ഫലപ്രദമായി ഓടിക്കുക, ആ ഫലപ്രദമായി ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു 200 പേരുമായിട്ട് പോകുന്ന ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയി വഴി കിടന്നാലോ? അതല്ല. അപ്പോൾ അതിനെ കൃത്യമായി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അതൊരു വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ഇനിയിപ്പം 300 കോടിയും കൂടെ അധികപ്പറ്റി വരും ഈ ഓരോ വർഷാവസാനം ആകുമ്പോഴേക്കും. അപ്പോൾ ആ രീതിയിൽ വീണ്ടും കടക്കണിയിലേക്ക് ആവുന്ന ഒരു തലത്തിലേക്കാണ് ഇത് KSRTC പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഈ പറയുന്ന പോലെ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ പോലെ ക്രമേണ ഇത് ഈ 5 വർഷം കഴിയുമ്പോഴേക്ക് ഇതില്ലാതാവുന്ന ലക്ഷണമൊക്കെയാണ് കാണുന്നത്.